ഇന്ന് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കേട്ടോ. ഇന്നൊരു കട്ട്ലറ്റ് വ്ളോഗാണ്. കട്ട്ലറ്റ് വ്ളോഗ്, ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് വ്ളോഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റയ്ക്ക് എന്നല്ല, ഒറ്റയ്ക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ആക്ച്വലി കരോൾ വരുന്ന ദിവസമാണ്. പക്ഷേ നമ്മൾ കരോളിന് കട്ട്ലറ്റ് അല്ല കൊടുക്കുന്നത്. സാധാരണ ഇവിടെ സ്ഥിരമായി കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്രാവശ്യം ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കട്ട്ലറ്റ് അല്ലേ, നമ്മളിങ്ങനെ കൈ ഒഴിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്, ഞാൻ ഉണ്ടാക്കുമോ കട്ട്ലറ്റ് എന്നൊക്കെ. അപ്പോൾ എനിക്കത് അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഫുൾ മെനു ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഇന്ന് തുടങ്ങുകയാണ് ക്രിസ്മസിൻ്റെ മെനുവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ഇത് ഇച്ചിരി പണിയുണ്ട്, ബാക്കിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഹൈലൈറ്റ് എന്താ വെച്ചാൽ ബീഫ് എത്തിയിട്ടില്ല ഇതുവരെ. വരുമായിരിക്കും, ബീഫ് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ. പിന്നെ ട്വിസ്റ്റ്, ഇവിടെ വെള്ളമില്ല, ഇവിടെ പൈപ്പ് വെള്ളമാണ്. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം പോയി. അപ്പം നമ്മൾ കഴുകാനും സാധനങ്ങൾക്ക് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പുറത്ത് പോയിട്ട് കഴുകണം. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇനി എനിക്കൊരു ചായ കുടിക്കണം. ചായ കുടിക്കണം. ഇഞ്ചി, പച്ചമുളക്, നമ്മൾ 1 കിലോ ബീഫ് 1 കിലോ ബീഫാണ് കട്ട്ലറ്റിന് വേണ്ടി എടുക്കണേ. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കുറച്ചേ തൊലിച്ചുള്ളൂ. അപ്പം ഇനി മടുത്തു. പിന്നെ സവോള തൊലി പൊളിച്ചത് മാതാശ്രീ പൊളിച്ച് തന്നു. ഇത്രയും സവോളയാണ് കേട്ടോ 1 കിലോ ബീഫിന് എടുക്കണേ. അപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല. കുറച്ചും കൂടെ സവോള നമ്മൾ പൊളിച്ചു. വെളുത്തുള്ളി പൊളിക്കണം. ചോപ്പറിലാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പൊടി തട്ടി എടുത്തിട്ട് കഴുകണം. ഇതിനൊക്കെ പുറമെ വെള്ളവുമില്ല. അപ്പോൾ കട്ട്ലറ്റിൻ്റെ വ്ളോഗ് മാത്രമായിരിക്കില്ല, വേറെ ഇന്ന് കരോള് വരുന്നതും കാര്യങ്ങളും റെഡി ആവുന്നതൊക്കെ കാണിക്കാം. പക്ഷേ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലറ്റാണ്. അപ്പോൾ നോക്കാം. അങ്ങനെ പറഞ്ഞിരിക്കെ ബീഫ് വന്നു. 1 കിലോ ബീഫാണ്, കാണുന്നുണ്ടാ? നല്ല ബീഫ് കേട്ടോ, കട്ട്ലറ്റിന് പറ്റിയ ബീഫാണ്. അപ്പോൾ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ നമ്മൾ ബാക്കി വെളുത്തുള്ളി എന്തിനാ ഇങ്ങനെ വെച്ചുണ്ടാക്കണം? പോയി തീരട്ടെ, സമാധാനം. ബാക്കി വെളുത്തുള്ളി പൊളിക്കണം. അധികം വെളുത്തുള്ളി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. പക്ഷെ കുറച്ചിടണം വെളുത്തുള്ളി. മമ്മി വന്നിട്ടുണ്ട്, ഇന്ന് പോവും. കരോളൊക്കെ കഴിഞ്ഞിട്ട് പോവും തിരിച്ച്. പുള്ളിക്കാരി ഓറഞ്ച് മേടിക്കാൻ. ഓറഞ്ചാണ് നമ്മളിവിടെ കരോളിന് കൊടുക്കാറ് കേട്ടോ. നമ്മളുടെ വീട് ഓറഞ്ച് വീട് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്നൊക്കെ പറയുന്ന പോലെ ചെറുപ്പം തൊട്ടേ ഇവിടെ കരോളിന്, കാരണം ഇപ്പോൾ വിൻ്റർ സീസൺ അല്ലേ, ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണല്ലോ. അപ്പോൾ നല്ല ഓറഞ്ച് കിട്ടും. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഈ കേക്ക്, സാധാ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ മാത്രമാണ് അത് മുടക്കില്ലാതെ. അപ്പച്ചി ഉണ്ടായിരുന്ന കാലം തൊട്ട് അപ്പച്ചിയാണ് ഈ സമ്പ്രദായം തുടങ്ങി വെച്ചത്, ഓറഞ്ച് കരോളുകാർക്ക് ഓറഞ്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്കും അറിയാം ഇവിടെ എന്തായിരിക്കും, ഓറഞ്ച് ആയിരിക്കും എന്നുള്ളത്. നമ്മളിതുവരെ അങ്ങനെ മാറ്റി ട്രൈ ചെയ്തിട്ടില്ല. കോട്ടയ്ക്കലായിരുന്നപ്പോൾ എല്ലാം കൊടുക്കും കേട്ടോ, കേക്കായിട്ടും അതായിട്ടും ഇതായിട്ടും കൊടുക്കും. നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തു. ഇനി ബീഫും ഒന്ന് കഴുകിയെടുക്കണം. അമ്മ വരാൻ കാത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ബീഫ് ഒന്ന് കഴുകിയിട്ട് ഉപ്പും കുരുമുളകും ഇച്ചിരി ഗരം മസാല മതി, അതും ഇട്ടിട്ട് നന്നായി വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുക വേണ്ട. ഈ വെള്ളമില്ലാത്തതൊരു നല്ല വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും അതൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ ചട്ടിയും ബീഫും ഒക്കെ ഒന്ന് കഴുകിയിട്ട്
പണ്ടത്തെ അലൂമിനിയം ചീനച്ചട്ടി എന്ന് പറയുന്ന സാധനമാണ്. ഇനി ബീഫ് കഴുകാം. നല്ല ഇറച്ചി കേട്ടോ. എനിക്ക് ഇറച്ചീനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ഇത് കൊള്ളാം. അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഒഴിക്കാൻ. നല്ല ബീഫാ, പക്ഷെ നല്ല ചോരയുണ്ട്. പിന്നെ ചോര ഉണ്ടാവുമായിരിക്കും. കഴുകുമ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം ചോര ഇല്ലാതെ ഇങ്ങനെ മരുന്ന് വരെ കഴുകണം. സാധാരണ ഈ സമയത്ത് ഞാനിങ്ങനെ ഇറച്ചിയൊക്കെ കഴുകാൻ ഇറങ്ങുമ്പോൾ കാക്കകൾ ഉണ്ടാവാറുണ്ട്. അതില്ല. ഇതിങ്ങനെ കട്ട്ലറ്റിന് നമ്മൾ മേടിക്കുമ്പോൾ എല്ലില്ലാത്തതും അധികം നെയ്യില്ലാത്തതും മേടിക്കണം എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. വലിയ അറിവൊന്നുമില്ല എനിക്കിതിനെപ്പറ്റി. പറഞ്ഞപ്പോൾ കാക്കാവുന്നു ഇല്ല. ഞാൻ അങ്ങോട്ട് പോയി ഒഴിക്കണതേ ഇവിടെ നടക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ നടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ അങ്ങനെ ഒഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ദാറ്റ്സ് വൈ. ഞാൻ എന്നിട്ട് മറ്റേ കഴുകി വെച്ച ചട്ടിയില്ലേ അതിലേക്കും കൂടി ഇട്ടിട്ട് ഒലുമ്പി കഴുകാണ് കേട്ടോ. ഞാൻ ഒരുവിധം ചോര നന്നായിട്ട് കളഞ്ഞു. എന്നിട്ട് പാത്രത്തിൽ മാറ്റി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ഒലുമ്പി കഴുകുകയാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കട്ട്ലറ്റ് വയ്ക്കുന്നതാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ പരിപാടികളും ചെയ്ത് ഒറ്റയ്ക്ക് എല്ലാ പരിപാടികളും ചെയ്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കട്ട്ലറ്റൊക്കെ വെക്കണം. മറ്റേ സഹായം ചെയ്യും എന്നുള്ളതല്ലാണ്ട്. പിന്നെ ഇത് യൂട്യൂബ് റെസിപ്പിയോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ അമ്മ വർഷങ്ങളായിട്ട് ഞാൻ ചെറുതായപ്പോൾ തൊട്ട് എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു റെസിപ്പി. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എന്തായാലും കുരുമുളക് ഇത് മറ്റേ സവോള വഴറ്റുമ്പോൾ ഇടാനുള്ളതും ബീഫ് വേവിക്കാനുള്ള കുരുമുളകും കൂടിയാണ്. ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കഴുകിയിട്ട് ഒന്നും കൂടി വെയിലത്ത് വയ്ക്കണം. റസ്ക് പൊടിച്ചെടുക്കണം. ബീഫ് ഇട്ടു. ബീഫിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല കേട്ടോ, അധികം ഇടരുത്. ഗരം മസാല, ഉപ്പ് കുറച്ചുകൂടെ വേണം. ഉപ്പ് ഗരം മസാല കഴിയുന്നതും കുറച്ചിടുക. പിന്നെ നമ്മൾ കട്ട്ലറ്റിന് മുളക് പൊടി, മല്ലിപ്പൊടി, നമുക്ക് സംഭവങ്ങളൊന്നും ചേർക്കില്ല. ഈ മീറ്റിൻ്റെ ടേസ്റ്റ്. പിന്നെ ഈ പെപ്പർ, സോൾട്ട്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. ഓക്കെ, നമ്മളിത് ബീഫ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ അതിന് മിക്സി ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് കഴുകി ഒന്നും കൂടെ വെയിലത്ത് വെക്കണം. നമ്മൾ ആ സമയം കൊണ്ട് പറമ്പിൽ പോയി ഫ്രഷ് കറിവേപ്പിലകൾ, പൂച്ചസാറുണ്ട് കേട്ടോ കൂടെ. ഇത് ചില സമയത്ത് ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പിന്നാലെ അങ്ങനെ കൂടും, ചില സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പം നമ്മുടെ പറമ്പിലത്തെ കറിവേപ്പിലയാണ് പൊട്ടിച്ചെടുക്കണം. എനിക്ക് ഇതിങ്ങനെ പൊട്ടിച്ച് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇടുകയാണെങ്കിൽ ഞാനിങ്ങനെ ഫ്രഷ് സാധനം എടുക്കാറാണ് പതിവ്. അത് ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. കറിവേപ്പില ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ കുറേ കറിവേപ്പിലുണ്ട്. അപ്പോൾ എനിക്കിതിങ്ങനെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ
തൊട്ടപ്പുറത്താണ് പറമ്പ്. അപ്പോൾ പറമ്പ് പോയിട്ട് പൊട്ടിച്ചെടുക്കുന്നതാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് കറിയിലിടുന്നേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ഇത് ആ സമയത്ത് പുറത്ത് പോയി പൊട്ടിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് ഇത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, അപ്പം നമുക്ക് പിടിക്കാൻ കിട്ടില്ല അവസാനം. തീ കുറച്ച് വെച്ചിട്ട് കടുകും സാധനങ്ങളൊന്നും നമ്മൾ ഇടില്ല, നേരെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചോപ്പ് ചെയ്തതാണ് ആദ്യം ഇട്ടേക്കണം. ചിലർ സവോള ആദ്യം ഇടും, പക്ഷെ ഇതൊന്നും മുരിഞ്ഞിട്ടിടുന്നതാണ്. ഒരു ദിവസം മുന്നേ അല്ലേ? സവോള അരിഞ്ഞതാ. ഇതിന് നല്ലൊരു മുരിഞ്ഞ മണം വരണം. അടിയിലൊക്കെ പിടിക്കും, നമുക്കറിയാം. ഇതിങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. പകുതി കണ്ണേ കാണുന്നുള്ളൂ നീറിയിട്ട്. സവോള ചോപ്പ് ചെയ്തതാ, ചോപ്പറിൽ. ഇനി ഇത് ഈ ഒരു പരിവാകുമ്പോൾ സവോള ബീഫ് വെന്തിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് ഈ പുറത്തടുപ്പിലേക്ക് വെക്കാം. പയ്യെ തരുന്ന ആയിക്കോളും. എന്നിട്ട് നമുക്ക് അരി ഇടാം. അതിന് മുന്നേ ചായ കുടിക്കാം. ചായ കുടിച്ചില്ലെങ്കിൽ സമാധാനപ്പെടാം. ഒരടുപ്പിൽ ചായ, ഒരടുപ്പിൽ കട്ട്ലറ്റ്, ഒരടുപ്പിൽ ചായ, ഒരടുപ്പിൽ കട്ട്ലറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഡിഫോൾട്ടായിട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ കിട്ടും. ഇനി അങ്ങോട്ടുള്ള ചെയ്യണമെങ്കിൽ ചായ കുടിക്കണം. അതുകൊണ്ടാണ് ഞാൻ അരി ഇടുന്നതിന് മുന്നേ ചായ വയ്ക്കാൻ നിന്നത്. ഞാൻ അരിയിട്ട് ഏതൊരു പ്രാവശ്യം ഓണത്തിന് സദ്യ വെച്ചപ്പോൾ കറിയെല്ലാം ഉണ്ടാക്കി അരി ഇടാൻ ഞാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് മറന്നുപോയെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അപ്പം ഞാൻ അരി അങ്ങിട്ട് വെച്ചു. കിച്ചൻ്റെ അവസ്ഥ അതെ, വെള്ളം ഇല്ലാത്തത് കൊണ്ട് പാത്രങ്ങൾ ഇത്രയും കഴുകാനുണ്ട്. അപ്പം ഞാൻ അതൊന്ന് പുറത്തു പോയിക്കൊണ്ട് കഴുകിയിട്ട് വരാം. ബീഫ് കട്ട്ലറ്റിനുള്ള സവോള അതേ ഇത്രയായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴണ്ട് വരണം. ഞാൻ അതിന് വെച്ചിരിക്കുകയാണ്. സ്ലോയിൽ ചെറിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അരി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മൊത്തം ഞാൻ ഇടുന്നില്ല കേട്ടോ, കുറച്ച് സ്റ്റൂവിന് മാറ്റി വയ്ക്കും. കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച് മതി കേട്ടോ. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയതാണ്. ചിലവര് ഇതിന് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും. ഞാനത് ചെയ്യാറില്ല. ഞാൻ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം. എല്ലാം മാറിയിട്ട് നമ്മൾ പൊട്ടാറ്റോ മാഷ് ചെയ്തു, അത് ഇതിലേക്ക് ഇട്ടു. ഇതേ ഇനി ബീഫ് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട്. ബാക്കി മിക്സിയിൽ അടിച്ചിട്ട്
ഇതിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കണം. ഞാനിതൊന്ന് കുഴയ്ക്കാൻ പറ്റുമോ നോക്കണം, പക്ഷെ ചൂടാണ്. ഇതേ റസ്ക് കാണുന്നുണ്ട്, റസ്ക്കാണ്. മറ്റേ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്ന സാധനത്തിന് വരെ നമ്മൾ റസ്ക് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കും, എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സ്പൂണിൽ വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ആക്കുന്നത്. നമ്മളിവിടെ ചെറുതാണ് ആക്കാറ്. വലുതാവുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഫില്ലിംഗ് ആവും, പിന്നെ നമ്മൾ വേറെ ഒന്നും കഴിക്കില്ല. നമ്മളിത് രാവിലെ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ മീഡിയം സൈസ് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചുണ്ടാക്കും കേട്ടോ. വേണ്ട ഓറഞ്ച് നമ്മൾ കരോളിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കരോൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ചെറിയ അബദ്ധം പറ്റി, ഇതേ റസ്ക് പൊടി തീർന്നുപോയി. ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഇതും കൂടെ കോട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ അടുക്കളയൊക്കെ സെറ്റാക്കി, പണിയൊക്കെ തീർന്നു, എല്ലാം ഫിനിഷ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേ ഞാൻ കുളിക്കാൻ പോകുന്ന പോക്കാണ്. തല നനയ്ക്കുന്നില്ല, തല ഞാൻ കഴിഞ്ഞ ദിവസം നനച്ചേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം പള്ളിയിൽ പോകണം വൈകുന്നേരം, അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും കുളിക്കണം. അപ്പോൾ ഇന്ന് കുളിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ്. ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഈ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഫേസ് ഒന്ന് ഷേവ് ചെയ്തായിരുന്നു. അടുത്തൊരു പാട് കണ്ട് എനിക്കൊരു കുരു വന്നതാണ്. 1 മാസത്തോളം പിടിച്ചു ആ കുരു ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പാടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തൊരു ഹോം മെയ്ഡ് ഫേഷ്യലൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ഗ്ലോ ആണ് കേട്ടോ അത്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി. ഡ്രസ്സ് കാണുന്നില്ലല്ലേ. ഈ മിററിലെ വർക്കൊക്കെ ഞാൻ റെഡാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലെല്ലാ കളറും ഉണ്ട്. ഞാൻ പെട്ടെന്ന് റെഡി ആയതാണ് കേട്ടോ. ഞാനങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ണെഴുതി, പിന്നെ നമ്മുടെ ആയുധം മറന്നില്ല. ഔട്ട്ഫിറ്റ് കാണിച്ചു തരാട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു കുർത്തിയാണ്. ഫുൾ ലെങ്ത് വരുന്നൊരു കുർത്തിയാണ്. നല്ല രസമുണ്ട്. കരോളൊക്കെ വരുമ്പോൾ പാടാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞതേ കരോള് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ അലങ്കോലപ്പണികളൊക്കെ ചെയ്ത്, അലങ്കാരപ്പണിയാണ് കേട്ടോ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ വീട്ടിൽ പ്രാവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കരോളൊക്കെ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. കരോള് വന്നതും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. തിരക്കുണ്ടായിരുന്നു, പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.